മുഖം മിനുക്കാനൊരുങ്ങി കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റ്. വലിയങ്ങാടി സെൻട്രൽ മാർക്കറ്റ് നവീകരണത്തിനുള്ള 55 കോടിയുടെ പദ്ധതിക്ക് ഭരണാനുമതിയായി. ഏതാനും മാസങ്ങൾക്കുള്ളിൽ സെൻട്രൽ മാർക്കറ്റിന്റെ പുതിയ കെട്ടിടത്തിനുള്ള പണി തുടങ്ങാനാകുമെന്നാണ് കരുതുന്നത്. നേരത്തെ കോർപ്പറേഷന്റെ 5 കോടി രൂപയും ഫിഷറീസ് വകുപ്പിന്റെ 50 കോടിയും ഉപയോഗിച്ച് പണിയാനായി കോർപ്പറേഷൻ തീരുമാനിച്ച കോഡ് റോഡിലെ കെട്ടിടമാണ് ഫിഷറീസ് ഫണ്ട് ഉപയോഗിച്ച് തന്നെ പണിയാനായി സർക്കാർ അനുമതിയായത്. ബ്രിട്ടീഷ് ഭരണകാലത്തുണ്ടാക്കിയ കെട്ടിടം വർഷങ്ങൾക്ക് മുമ്പ് പൊളിച്ചാണ് ഇപ്പോഴുള്ള കെട്ടിടമുണ്ടാക്കിയത്. ഭരണാനുമതിയായതിനാൽ തുടർ പ്രവർത്തനത്തിലേക്ക് പെട്ടെന്ന് കടക്കാനാവുമെന്ന് കോർപ്പറേഷൻ കൗൺസിലർ SK അബൂബക്കർ പറഞ്ഞു. കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റ് പൂർണ്ണമായി പൊളിച്ച് ആധുനിക രീതിയിലുള്ള പണി തുടങ്ങാൻ പോവുകയാണ്. ഫിഷറീസ് വകുപ്പിൻ്റെ ഫണ്ടാണ് 55 കോടി രൂപയാണ്. വളരെയേറെ ആധുനിക രീതിയിലുള്ള മോഡലാണ്. ഫ്രണ്ടിലെ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ആധുനിക രീതിയിലും, അതുപോലെ തന്നെ മത്സ്യ വിൽപ്പന ഭാഗത്ത് വരുന്ന ഉപഭോക്താക്കൾക്ക് കാലിൽ വെള്ളം ചവിട്ടി മത്സ്യം വാങ്ങുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അത് മാറ്റിയെടുത്ത് നമ്മളെ പാസ് ഏരിയയിൽ ഒരു തുള്ളി വെള്ളമില്ലാത്ത രീതിയിലുള്ള ഒരു മത്സ്യവില്പനയാണ് ഗൾഫ് മോഡലായിട്ടുള്ള ഒരു സംവിധാനമാണ് പുതിയ മാർക്കറ്റിൽ ചെയ്യാൻ പോകുന്നത്. ആ പുതിയ മാർക്കറ്റിൽ തന്നെ അവരുടെ ഉയരം കൂട്ടിക്കൊണ്ട് അതിൻ്റെ സെൻറ്ററിൽ മത്സ്യം വെക്കുവാനും അതിൻ്റെ മുകളിൽ മത്സ്യ വിൽപ്പന നടത്തുവാനുമുള്ള ഒരു സംവിധാനത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത്. ഇന്ന് സെൻട്രൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിലേക്ക് കയറാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. ഫിഷറീസ് വകുപ്പ് സമ്പൂർണ്ണ പദ്ധതി വിശദീകരണമായ DPR അംഗീകരിച്ച ശേഷമാണ് സർക്കാർ ഭരണാനുമതി ലഭിച്ചത്. മാർക്കറ്റ് 24 ചതുരശ്ര അടിയിൽ വലിയ മോളാക്കി മാറ്റാനാണ് അംഗീകാരം. 1906 ബ്രിട്ടീഷ് ഭരണകാലത്ത് സ്ഥാപിതമായ മത്സ്യ മാർക്കറ്റിനായി സ്പേസ് ആർട്സ് തയ്യാറാക്കിയ DPR കോർപ്പറേഷൻ നേരത്തെ അംഗീകരിച്ചിരുന്നു. മാർക്കറ്റിനപ്പുറം ഷോപ്പിംഗ് മാളിന്റെ മാതൃകയിൽ സ്പേസ് ആർട്ട് തയ്യാറാക്കിയ വിശദ പദ്ധതി രേഖയ്ക്ക് 2023 സെപ്റ്റംബറിൽ കൗൺസിൽ അംഗീകാരം നൽകിയിരുന്നു. 2 നിലയാണ് മാർക്കറ്റ്. താഴെ മത്സ്യലേലത്തിനുള്ള സൗകര്യമാണ് പ്രധാനമായുള്ളത്. കൂടാതെ ഒരു ഭാഗത്ത് ചെറുകിട കച്ചവടത്തിനുള്ള ഇടവുമുണ്ടാകും. 1-ാം നിലയിൽ ശീതീകരിച്ച ഉൽപ്പന്നങ്ങൾ വിൽക്കും. 24 കിടക്കകളുള്ള ഡോർമെട്രിയും ഹാളും ഇവിടെയുണ്ടാകുമെന്ന് കൗൺസിലർ SK അബൂബക്കർ പറഞ്ഞു. മാർക്കറ്റിൽ കയറി കഴിഞ്ഞാൽ പൂർണ്ണമായും ചെളിവെള്ളത്തിലും മീനിൻ്റെ വെള്ളത്തിലും ചവിട്ടി വേണം ജനങ്ങൾക്ക് മത്സ്യം വാങ്ങുവാൻ. അതുപോലെ തന്നെ വരുന്ന വഴികളിലൊക്കെ കച്ചവടമാണ്. ഈ കച്ചവടമൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരു നല്ലൊരു സംവിധാനത്തോടു കൂടിയാണ് സെൻട്രൽ മാർക്കറ്റ് നിർമ്മിക്കുന്നത്. ഓരോ ഭാഗങ്ങളാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഓരോ ഭാഗം വെച്ചിട്ടാണ് നിർമ്മിക്കുവാൻ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള നിർദ്ദേശം. ഓരോ ഭാഗവും പൊളിച്ച് ഒരു കച്ചവടക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ സംവിധാനം ചെയ്യാനാണ്. എന്തായാലും ഇതിൻ്റെ തുടക്കം കുറിക്കുമ്പോൾ ഇനിയിപ്പം ASI DS ആകാൻ വേണ്ടി പോവുകയാണ്. അവിടെ എല്ലാ കണക്കെടുപ്പുകളും നടത്തുകയുണ്ട്. കാരണം ഇത് പൊളിച്ച് മാറ്റുന്നതിന് വേണ്ടി ടെൻഡർ കൊടുക്കണം. 2-ാം നിലയിൽ കടൽ വിഭവങ്ങളുടെ റെസ്റ്റോറന്റും റീക്രിയേഷനും ഹാളും ഉണ്ടാകും. മീൻമണം പുറത്തെത്താത്ത രീതിയിലായിരിക്കും നിർമ്മാണം. മുഴുവനായും AC ആയിരിക്കും. മൊത്തക്കച്ചവടത്തിന് പുറമെ പലതരത്തിലുള്ള 50ഓളം ചെറുകിട കച്ചവടവും മാർക്കറ്റിലുണ്ടാകും. നിലവിലുള്ള കച്ചവടക്കാർക്കെല്ലാം ഇവിടെ കച്ചവടത്തിന് സൗകര്യമുണ്ടാകും. അതുപോലെ ഘട്ടം ഘട്ടമായി പണി നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഭരണാനുമതി ലഭിച്ചതോടെ ഇനി സാങ്കേതികാനുമതി നേടണം. കഴിഞ്ഞ ദിവസം കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി പരിശോധന നടത്തിയിരുന്നു. നിലവിലുള്ള കെട്ടിടം പൊളിക്കാനുള്ള നടപടികളും വൈകാതെ തന്നെ ആരംഭിക്കും. കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റിന്റെ മുഖം ഇനി മാറും. മീൻമണം നിറഞ്ഞിരുന്ന വെറും മാർക്കറ്റായിട്ടല്ല, മുഴുവൻ ശീതീകരിച്ച ഹൈടെക് മോളായി. ക്യാമറ പേഴ്സൺ ജോൺസൺ K. ജോർജിനോടൊപ്പം അഭിരാമി ഷാജി, കോഴിക്കോട് വിഷൻ.